ഉരുളക്കിഴങ്ങും റവയും ഉപയോഗിച്ച് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളുമാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് റവയാണ്. അപ്പോൾ നമുക്ക് റവ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 1/2 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം. ഇതിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ റവയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം ഒന്ന് തിളച്ചിട്ട് വേണം ഇതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ 1/2 കപ്പ് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ റവ. കാരണം റവ നമുക്ക് പെട്ടെന്ന് വെന്ത് വരുമ്പോൾ കുറച്ചധികം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരുന്നാൽ മതി. അപ്പം തന്നെ അത് വെള്ളമൊക്കെ വറ്റിയിട്ട് വെന്ത് വരുന്നതും കാണാം. നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം വറ്റി വരും കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം വറ്റി വന്നാൽ മതി. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ടൈമിൽ നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു 1-2 വിസിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഉടച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തേക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റവ ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് കുറച്ചും കൂടിയൊക്കെ ഇഷ്ടമുള്ളത് കുറച്ച് അധികം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതേപോലെ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതും കുറച്ച് എരിവ് കുറച്ചിട്ടാണല്ലോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് 2 എണ്ണമൊക്കെ എടുക്കാം. നമ്മൾ മുളക് പൊടി ഓൾറെഡി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് കരിവേപ്പിനും ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വളരെ കുറച്ച് സ്പൈസസ് ചേർക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അതിനേക്കാളും കുറച്ചധികം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി എരിവിൽ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് എരിവ് മതി, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കെച്ചപ്പിലൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അത്യാവശ്യം എരിവ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നല്ലൊരു മാവ് രൂപത്തിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിത് അത് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും മസാലയും എല്ലാം ഒന്ന് നന്നായിട്ട് എത്തട്ടെ. അതേപോലെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഈ ടൈമിൽ നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ്, അതേപോലെ റവയും ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിംഗർ റോൾ ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ കുറച്ച് വലിപ്പത്തിലും കുറച്ച് വീതിയിലൊക്കെയാണ് കേട്ടോ ഫിംഗർ റോൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് പരന്നിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ചൊരു വലിപ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഉള്ളിൽ അത്യാവശ്യം മസാലയൊക്കെ ഉണ്ടായിക്കോട്ടെ, വലിപ്പമൊക്കെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ എല്ലാം നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്, ഫിംഗർ റോളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് 16 എണ്ണമാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഈ ഒരു അളവ് വെച്ചിട്ട് 1/2 കപ്പ് റവ എടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കൊള്ളാത്തതുകൊണ്ട് 8 എണ്ണം ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് 16 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലത്തെ കുറച്ച് വലിപ്പമുള്ള നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ ഗ്യാസിൽ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചീനച്ചട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് വേണ്ട ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പൊട്ടാറ്റോ ലോലിപോപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓയിൽ നന്നായിട്ട് ചൂടാവണം. അതേപോലെ തന്നെ ഒരു സൈഡ് ആയിട്ട് മാത്രം മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ വെന്തിട്ട് വരും കേട്ടോ, ഒരുപാട് ടൈമൊന്നും വേണ്ട. ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ട് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ മൊത്തമായിട്ട് പൊട്ടിപ്പോയിട്ട് ആകെ വൃത്തികേടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് ആയിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫ്ലെയിം ഒത്തിരി അങ്ങ് കുറച്ച് വെച്ചിട്ട് ഓയിലിൻ്റെ ചൂടൊന്ന് കുറയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വെച്ചുകൊണ്ടിരിക്കുക.
അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും കൂടി ഒന്ന് നന്നായിട്ട് വെന്തിട്ട് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫിംഗർ റോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കുറേ കോരി മാറ്റിയിട്ടോ, അപ്പോഴാണ് വീഡിയോ ഓണാക്കാത്ത കാര്യം ശ്രദ്ധിച്ചത്. അപ്പോൾ അതാ നമ്മുടെ ഫിംഗർ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും. ആ റവയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാവുക. ഭയങ്കര സിമ്പിളാണ് ഇത്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എരിവൊക്കെ കുറവായതുകൊണ്ട് മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതേപോലെ ഒരുപാട് സിമ്പിൾ സ്നാക്സ് റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണണേ. താങ്ക്